ഇവർ വിവാഹിതരായതിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ തെളിവ് കിട്ടിയെന്ന് നമ്മുടെ ഭൂമി വിളിച്ചു പറയാൻ അജയടുത്ത്. അങ്ങനെ അജയ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങിയാണ്. ഈ സമയത്ത് ഭൂമി ഭയങ്കര ടെൻഷനിലാണ്. അച്ഛൻ ഇത് എഴുതി വെച്ചത് ചുമ്മാ ഒന്നുമല്ല, എന്തായാലും അച്ഛൻ മരണപ്പെടുമെന്നും അച്ഛന് മുൻകൂട്ടി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരോ തന്നെ കൊല്ലാൻ നടക്കുന്നുണ്ടെന്നൊക്കെ അച്ഛന് തോന്നിയത് കൊണ്ടാണ് ഇത് എഴുതി വെച്ചതെന്ന് ഭൂമിക്ക് തോന്നുവാണ്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഈ സമയത്ത് അജയ് റെഡിയാവുന്ന സമയം കൊണ്ട് ഭവാനി ഓടിച്ചെന്ന് അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ഭൂമി വിളിച്ചിട്ടുണ്ട്, ഭൂമിയുടെ അടുത്തേക്ക് പോവുകയാണ്, പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പോകുന്നത്, നീ ചെന്ന് അവനെ തടയാൻ നോക്ക് എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അഞ്ജനയ്ക്ക് ആകെപ്പാടെ ടെൻഷനാവുന്നുണ്ട്. നിന്നോട് പറയുന്നത് ഡ്യൂട്ടിയുണ്ട്, എന്തോ ആവശ്യമുണ്ടെന്നൊക്കെ പറയും, പക്ഷെ നീ സമ്മതിക്കല്ലേ, അവൻ എന്തായാലും ഈ രാത്രി ഡ്യൂട്ടിക്ക് പോകാൻ നീ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് അഞ്ജനയെ പറഞ്ഞു വിടുന്നുണ്ട് ഭവാനി ആകെപ്പാടെ ടെൻഷനിലാണ്. ഇനി തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയോ, താൻ പിടിക്കപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ്. എന്ത് തെളിവാ കിട്ടിയെന്നൊന്നും അറിയാൻ വയ്യാതെ ഭവാനി ആകെപ്പാടെ ടെൻഷനിരിക്കുകയാണ്. ഈ സമയത്ത് ഭവാനി ആ ഗുണ്ടയെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഭൂമിയുടെ കയ്യിൽ അച്യുതൻ എഴുതി വെച്ച എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആ തെളിവ് നമുക്ക് കിട്ടണം, നീ എന്തായാലും ഒന്ന് അന്വേഷിക്കും. മാത്രവുമല്ല അവൾ ആ തെളിവുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് അജയും പോവാൻ റെഡിയാവുന്നതുകൊണ്ട് ഭൂമിക്ക് എന്ത് തെളിവാണ് കിട്ടിയതെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും ഒന്ന് ഭൂമിയെ ഫോളോ ചെയ്യണം. ഭൂമി എങ്ങോട്ടാണ് പോകുന്നത്, പോലീസ് സ്റ്റേഷനിലായിരിക്കാം വരുന്നത്, ഭൂമിയെ ഫോളോ ചെയ്യണം, ആ തെളിവ് കൈക്കലാക്കണം എന്നൊക്കെ ഭവാനി ആ ഗുണ്ടയെടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയത്ത് അജയ് പോകാൻ ഇറങ്ങുവാണ്. അജയ് പോകാനായിട്ട് വരുമ്പോൾ അഞ്ജന തടയുന്നുണ്ട്. പറ്റത്തില്ല, ഈ രാത്രി എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഈ രാത്രിയിൽ എന്തോ ഡ്യൂട്ടി എന്നൊക്കെ ചോദിച്ച് അഞ്ജന തടയുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോകാൻ തന്നെയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ, എന്തോ കേസിൻ്റെ കാര്യമായിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്താ കേസെന്ന്, ഭൂമിയെ കാണാനല്ലേ, അവൾ രാത്രിയിലായാലും പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കാണുമല്ലോ, അവളെ കാണാനല്ലേ അജയ് ഓടിപ്പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അജയ് ആണെങ്കിൽ അഞ്ജനെ തള്ളി മാറ്റുന്നുണ്ട്. നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ പോവും, എൻ്റെ ജോലിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അതിനകത്ത് ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അഞ്ജന അജയ് പോകാൻ സമ്മതിക്കുന്നില്ല. അവസാനം അഞ്ജനെ തട്ടി മാറ്റിയിട്ട് അജയ് പോകുന്നുണ്ട്. അപ്പം അജയ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് അഞ്ജന അവിടുന്ന് പടിയിൽ നിന്ന് തെന്നി വീഴുന്നുണ്ട്, തെന്നി താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്തേക്ക് സത്യദാസും ഓടി വന്ന് എല്ലാവരും കൂടെ അഞ്ജനെ അവിടുന്ന് എടുത്ത് വണ്ടി കയറ്റുന്നുണ്ട്. ഈ സമയത്ത് ഭവാനിയും വരുന്നുണ്ട്. ഭവാനി ആകെപ്പാടെ പേടിക്കുന്നുണ്ട്. പിന്നെ ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട് അഞ്ജനയുടെ ഒരു കള്ളത്തരമാണെന്ന് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അജയുടെ പോക്ക് മുടക്കുക, അത് മാത്രമേ ഉള്ളൂ അഞ്ജനയുടെ ലക്ഷ്യമെന്ന് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഭവാനി പറയുന്നുണ്ട്, എൻ്റെ മോക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. അവസാനം അജയ്ക്ക് ഗത്യന്തരമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്. സത്യദാസും കൂടെ കയറി പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ സത്യദാസ് അഞ്ജനയും കൊണ്ട് പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. സത്യദാസ് ആകെപ്പാടെ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓർത്തോ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകണം, തലയിടിച്ചില്ലേ വീണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ്. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി തന്നെ ഗുണ്ടകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആകെപ്പാടെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഭൂമി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവർ തന്നെയാണോ എൻ്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരികയാണ്. അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അജയ് അവിടെ കാണുന്നില്ല. അജയ് ഈ സമയത്ത് ഹോസ്പിറ്റലിലാണ്. അപ്പം ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഭൂമി അജയ് വിളിക്കുന്നുണ്ട്. അങ്ങനെ അജയ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഭൂമി വിചാരിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് അത്ര ശരിയാവത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ സാർ വീട്ടിൽ കാണും, സാറിനെ വീട്ടിൽ പോയി കണ്ട് തെളിവുകൾ കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നേരെ അവിടുത്തെ വണ്ടിയെടുത്ത് ഭൂമി നേരെ അജയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അജയുടെ വീട്ടിൽ ചെല്ലുമ്പം ഈ രാത്രിയിൽ ആരാ വന്നതെന്നുള്ളൊരു സംശയത്തിൽ സംഗീത ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ കാണുമ്പോൾ ഉടനെ സംഗീത ചോദിക്കുന്നുണ്ട്, എന്താ മോള് രാത്രിയിൽ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞു, പക്ഷെ സാറിനെ കണ്ടില്ല എന്ന് പറയണം. അപ്പോൾ സംഗീത പറയാണ്, പെട്ടെന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, അങ്ങനെ അജയ് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാണ്. അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ നേരത്താണ് അഞ്ജന ഒന്ന് വീണത്, അഞ്ജനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക, അതാ അവൻ പോലീസ് സ്റ്റേഷനിൽ എത്താൻ എന്ന് സംഗീത പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സംഗീതയാണെങ്കിൽ നമ്മുടെ ഭൂമിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശി ഇരിപ്പുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയത്, പക്ഷേ പെട്ടെന്ന് അഞ്ജനയ്ക്ക് ഇങ്ങനൊരു വീഴ്ച ഉണ്ടായി, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുക മോളെ, അതുകൊണ്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ വരാഞ്ഞത്, മോള് വിളിച്ച കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു, എന്താ മോളെ തെളിവ് കിട്ടിയത്, അച്ഛന് എന്ത് എഴുതി വെച്ചിട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ അച്ഛനെ ആരോ കൊല ചെയ്യുമെന്ന് അച്ഛന് നേരത്തെ അറിയാമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഭവാനി ഞെട്ടുന്നുണ്ട്. അതങ്ങനെ മോക്ക് തോന്നിയെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അച്ഛനൊരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയത്, ആ കത്തിനകത്ത് എല്ലാം ഉണ്ട്, എന്തായാലും എൻ്റെ അച്ഛനെ ആരോ കൊല്ലുമെന്ന് അച്ഛൻ നേരത്തെ ഭയമുണ്ടായിരുന്നെന്ന് പറയാണ്. അപ്പോൾ എന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്തുകൊണ്ട് പേടിക്കേണ്ട, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടത്തില്ല, എന്തായാലും
അച്യുതൻ്റെ കൊലയാളിയെ പിടിക്കുക തന്നെ ചെയ്യും, അവന് തൂക്കുകയറ് തന്നെ കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭവാനി ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ഞാൻ പോവുകയാണ്, സാറിനി വരാൻ താമസിച്ചാലോ, എന്തായാലും നാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കണ്ട് സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം കൊടുത്തോളാം എന്ന് പറയുകയാണ്. ശരി മോളെ, എന്നെങ്കിൽ മോള് പൊക്കോളാം മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സമാധാനിപ്പിച്ച് അവിടുന്ന് വിടിയാണ് ഭൂമി ആകപ്പാടെ സങ്കടത്തിലുമാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ ഭവാനിക്കാണെങ്കിൽ ആകപ്പാടെ ടെൻഷൻ, തന്നെ കൊടുക്കാനുള്ള എന്ത് തെളിവാണ് ഭൂമിയുടെ കയ്യിലുള്ളതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഭൂമി ഇറങ്ങിയപ്പോൾ പുറവെ ഭവാനി ചെന്നിട്ട് ഭവാനി ചോദിക്കുകയാണ്, ഭൂമി അച്യുതൻ്റെ എഴുതി വെച്ച എന്ത് തെളിവാണ് ഭൂമിക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമിയാണെങ്കിൽ അത് നാളെ ഞാൻ അജയ് സാറിൻ്റെ കൊടുത്തോളാം എന്ന് പറയാണ്. അല്ല, എന്നോട് പറയാൻ പറ്റുവാണെങ്കിൽ പറ എന്ന് പറയാണ്. കൊലയാളി ആരാന്ന് വല്ല ഊഹവും കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടറിൽ കയറിയ ഭൂമി പറയാണ്, കിട്ടി, ആരാന്നുള്ള ഒരു ചെറിയ ഊഹമൊക്കെ കിട്ടിയിട്ടുണ്ട്, തെളിവ് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഭൂമിയെടുത്ത് ഭയങ്കര ആകാംക്ഷയുടെ ഭവാനി ചോദിക്കുകയാണ്. അങ്ങനെ ബാഗിൽ നിന്ന് ആ തെളിവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ഭവാനി അകപ്പാട് ഞെട്ടുന്നുണ്ട്. ഭവാനിക്കുള്ള കുരുക്കാണ് അതെന്ന് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്. താൻ ഭൂമിയുടെ മുന്നിൽ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് ഞാൻ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ആ വീട്ടിലുള്ളവരെല്ലാം തന്നെ ഒരു കള്ളിയായി, ഒരു കൊലപാതകയായി പിടിക്കപ്പെടുമോ എന്നൊരു ഭയത്തിൽ ഭവാനി ഇങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ ചതികളെല്ലാം പുറത്താവുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ ഭവാനി നിൽക്കുകയാണ്. എന്തായാലും ഭൂമി വലിയ താമസമില്ലാതെ ഭവാനിയെ പിടിക്കുക തന്നെ ചെയ്യും.